ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 82317 IC ആണ്. 8237 IC 8237 DMA കൺട്രോളർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീഡോ റൈറ്റോ എന്തെങ്കിലും എന്ത് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിലും നമ്മൾ അവിടെ എങ്ങനെയാണ് ആ ഒരു ഓപ്പറേഷൻസ് അവിടെ പെർഫോം ചെയ്യുന്നത്? ഇൻ്റർവെൻഷൻ ഓഫ് സി പി യുവിൻ്റെ ഇൻ്റർവെൻഷനോട് കൂടിയിട്ടാണ് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. അപ്പോൾ 8237 എന്നുദ്ദേശിച്ചത് വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് സി പി യുവിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് മെമ്മറി ആക്സസ് ചെയ്യാം. ഡയറക്റ്റ് മെമ്മറി ആക്സസ് വിത്തൗട്ട് യൂസിങ് സി പി യു ഇൻ്റർവെൻഷൻ. സി പി യുവിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് മെമ്മറി യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? DMA 8237 DMA കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പിക്ചറിൽ എന്താ കാണാൻ പറ്റുന്നത്? DMA കൺട്രോളർ ഉണ്ട്. DMA കൺട്രോളറാണിത്. അപ്പോൾ ഈ DMA കൺട്രോളറിൽ ഇവിടെ ഒരു DMA കൺട്രോളർ ഉണ്ട്. പിന്നെ ഇവിടെ മൈക്രോ പ്രോസസ്സർ ഉണ്ട്. മൈക്രോ പ്രോസസ്സർ എന്താണ്? സി പി യുവിനെ യൂസ് ചെയ്യാതെ, സി പി യുവിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ DMA കൺട്രോളർ യൂസ് ചെയ്തിട്ട് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാണ്? പെർഫോം ചെയ്യാണ്. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? DMA 8237 DMA എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ആരില്ല? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന DMA കൺട്രോളർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ആരും ഇൻവോൾവ്മെൻ്റ് ഇല്ല. നമ്മുടെ പ്രോസസ്സറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പ്രോസസ്സർ യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസോ മെമ്മറി ആയിട്ട് അതായത് എന്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇവർ ഡയറക്റ്റായിട്ട്, അപ്പോൾ ഒരു പെരിഫറൽ ഡിവൈസസ് നിന്ന് മറ്റൊരു പെരിഫറൽ ഡിവൈസസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ആര് യൂസ് ചെയ്യാണ്? സി പി യു അറിയാതെ അതിൻ്റെ കൺട്രോൾ ആർക്ക് ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്? പ്രോസസ്സറിന്. മൈക്രോ പ്രോസസ്സർ ഡയറക്റ്റായിട്ട് അതിൻ്റെ കൺട്രോളർ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽ ഡിവൈസസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർ തമ്മിൽ നേരിട്ടിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് 8237 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആക്ച്വലി ഈ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം വരും. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രോബ്ലം ഓഫ് സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ആൻഡ് മെമ്മറി ഓർ ബിറ്റ്വീൻ ടു. അപ്പം മെമ്മറിയിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെ നേരിട്ട് ഇവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? 8237 DMA കൺട്രോളർ യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയാം. ഈ DMA ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 8237 IC എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നു? മെമ്മറിൻ്റെയും ഇൻപുട്ട് ഔട്ട്പുട്ടിൻ അഡ്രസ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്തിട്ടാണ് ഡയറക്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. It is actually special purpose whose job is high speed data transfer between memory and IO. ഇതെന്താണ്? ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ഹൈ സ്പീഡിൽ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇതിനാണ് DMA എന്ന് പറയുന്നത്. ഇവിടെ DMAയിൽ യൂസ് ചെയ്യുന്ന രണ്ട് ചാനൽസ്, ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് സിഗ്നൽസാണ് എന്ത്? ഹോൾഡും HLDAയും. ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യാനുള്ള സിഗ്നൽസിന്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് DMA വേണം എന്ന് പറയും. ഡയറക്റ്റ് മെമ്മറി ആയിട്ട്, അതായത് സി പി യുവിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽ, അതായത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ആർക്ക് മനസ്സിലായി? മൈക്രോ പ്രോസസ്സറിന് മനസ്സിലായി എനിക്ക് ആരോ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് വേണ്ടിയിട്ട്? DMA 8237 വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ആ ഒരു ചാനൽ ഹോൾഡ് സിഗ്നൽ എന്ത് ചെയ്യും? DMനെ വന്നിട്ടുള്ള എവിടുന്നാണോ ഈ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ആ റിക്വസ്റ്റ് വന്നിട്ടുള്ള
സോഴ്സിലോട്ട് അതിനെ DMനെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. HLDA എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് അക്നോളജ്മെൻ്റ് ആണ്. നമ്മൾ ഹോൾഡ് ചെയ്ത് ഈ ഒരു സിഗ്നൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യാനുള്ള സിഗ്നലാണ് എന്ത്, HLDA സിഗ്നൽ. അടുത്തത് DMA റിക്വസ്റ്റ്, DMനെ റിക്വസ്റ്റ് ചെയ്യാനുള്ള സിഗ്നലാണ് DMA റിക്വസ്റ്റ്. DMA അക്നോളജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് DMA അക്നോളജ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിഗ്നലിനെ ഹോൾഡ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, ആ റിക്വസ്റ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിക്വസ്റ്റിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള HLA. DMA അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സമയത്ത് വന്നിട്ടുള്ളതാണ് എന്ത്, DMA. നമ്മൾ അക്നോളജ്മെൻ്റ് ആയിരിക്കും. DMA കൺട്രോളർ ഇവിടെ ഉണ്ട്, ഇതിനെ ഞാൻ സെൻഡ് ചെയ്യാണ് എന്ന് പറയുന്നതാണ് എന്ത്, അക്നോളജ്. അങ്ങനെ 3 സിഗ്നൽസാണ് എവിടെ യൂസ് ചെയ്യുന്നത്, മെയിനായിട്ട് 8237 യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിൻ്റെ പിൻസാണ്. ഇതാണ് 8237 യൂസ് ചെയ്യുന്ന പിന്ന്. 40 പിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്ന് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾ നോർമലി കാണുന്ന 40 പിൻസാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് മുതൽ അഡ്രസ്സ് A7 വരെയുള്ള പിന്നുകളുണ്ട്. പിന്നുകൾ ജസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും. ഡാറ്റ അക്നോളജ്മെൻറ്റ്, ഡാറ്റ റിക്വസ്റ്റ്, റെഡി, മെമ്മറി റൈറ്റ്, മെമ്മറി റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, IO റീഡ്, IO റൈറ്റ്, ഒരുപാടുള്ള പിന്ന്. ഇതൊക്കെ DMAയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിന്നുകളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഇവിടെ ഒരു ഇൻറ്റേർണൽ ബസ് ഉണ്ട്. സെൻട്രലൊരു ഇൻറ്റേർണൽ ബസ് യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രലിൽ ഒരു ഇൻറ്റേർണൽ ബസ് യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രലിൽ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ബസ്സാണ്. ഈ ഒരു പോർഷനാണ് ഇൻറ്റേർണൽ ബസ്. അതിന് ശേഷം നമ്മളിവിടെ റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റി, റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് 4 ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. 16 ബിറ്റുള്ള 4 ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. CH0, CH1, CH2, CH3. ആ ഒരു ഇതിൽ 4 ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ 4 ചാനൽസിലും ഒരു ഇൻപുട്ടുണ്ട് ഔട്ട്പുട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഡാറ്റ റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ് DRQ0. DAQ0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്നോളജ് ചെയ്യാനുള്ളതാണ് DAK0. ഡാറ്റ റിക്വസ്റ്റും ഡാറ്റ അക്നോളജ്മെൻറ്റും. അങ്ങനെ എത്രയുണ്ട്, 4 ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് 4 ചാനൽസിലും ഓരോ ചാനൽസും എന്താണ്, 16 ബിറ്റിൻ്റെ അഡ്രസ്സും രജിസ്റ്ററും കൗണ്ടറും. ഓരോ ചാനൽസും കൺസിസ്റ്റ് ചെയ്യുന്നത് 16 ബിറ്റിൻ്റെ അഡ്രസ്സും അതേപോലെ തന്നെ അഡ്രസ്സും ഉണ്ട്, കൗണ്ടറും ഉണ്ട്. കൗണ്ടർ രജിസ്റ്ററും അഡ്രസ്സ് രജിസ്റ്ററും കൺസിസ്റ്റ് ചെയ്യുന്ന 16 ബിറ്റിൻ്റെ അഡ്രസ്സ് ചെയ്യുന്ന ഡാറ്റ റിക്വസ്റ്റും ഡാറ്റ അക്നോളജ്മെൻറ്റും ഉള്ള 4 ചാനൽസ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലുള്ളത് എന്താണ്, ഇതുമായിട്ടൊരു പ്രയോറിറ്റി റിസോൾവർ ഉണ്ട്. പ്രയോറിറ്റി റിസോൾവ് ചെയ്യാനുള്ള പ്രയോറിറ്റി റിസോൾവർ റൈറ്റ് സൈഡിലുണ്ട്. അത് ഓരോ പ്രയോറിറ്റി റിസോൾവറും ഏത് പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഏത് ചാനൽസാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രയോറിറ്റി റിസോൾവർ. ക്ലിയർ ആയോ? പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ഡാറ്റാ ബസ് ബഫർ ഉണ്ട്. ഡാറ്റാ ബസ് ബഫർ 8 ബിറ്റ് ഡാറ്റാ ബസ് ബഫർ ഉണ്ട്. D0 മുതൽ D7 വരെയാണ് ഡാറ്റാ ബസ് ബഫർ. പിന്നെ ലെഫ്റ്റിൽ കാണാൻ പറ്റുന്നത് എന്താണ്, ഒരു റീഡ് റൈറ്റ് ബഫർ ഉണ്ട്. റീഡ് റൈറ്റ് ലോജിക്കിൽ ഉള്ള ഓരോ സിഗ്നൽസും നോക്കാം. IOR, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, CLR. പിന്നെ ചിപ്പ് സെലക്ടർ ഉണ്ട്. ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത് എന്ന് ചിപ്പ് സെലക്ടറിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ചിപ്പ് സെലക്ടർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ A0, A1, A2, A3 ഇതിൻ്റെ ബീറ്റിനനുസരിച്ചിട്ടായിരിക്കും ഏതാണെന്ന് നമ്മൾ ഇവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. പിന്നെ കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്ററിൽ യൂസ് ചെയ്യുന്നത് A4 മുതൽ A4, A5,
അഡ്രസ് ബസ്സുകൾ 4 ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട്, റെഡി ഉണ്ട്, പിന്നെ HLD ഉണ്ട്, പിന്നെ മെമ്മറി റൈറ്റ് ഉണ്ട്, മെമ്മറി റീഡ് ഉണ്ട്, പിന്നെ AE എന്ന് പറഞ്ഞിട്ട് അഡ്രസ് എനേബിൾ ആണ്, പിന്നെ AD സ്ട്രോബ് ഉണ്ട്, അഡ്രസ് സ്ട്രോബ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നെക്സ്റ്റ് ടെർമിനൽ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്, മാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണോ റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണോ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പെരിഫറൽ ഡിവൈസസുകൾ തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ DMA ആവശ്യമുള്ളത്, എന്തിനു വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് DMA ഇൻ്റർവെൻഷൻസ് ആവശ്യം വരുമ്പം മൈക്രോ പ്രോസസ്സറിനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ 8237 എന്ന് പറയുന്ന ഈ പിന്ന് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഈ പിന്നിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കൺട്രോളറിന് നമ്മുടെ മൈക്രോ പ്രോസസ്സർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് അത് അക്നോളജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവർ ഈ ആരെ കയ്യിലാണോ DMA ഉള്ളത് അവർ തിരിച്ച് എന്ത് ചെയ്യും, DMA ആര് വിട്ടുകൊടുക്കും, സ്വാഭാവികമായിട്ടും ഈ ആരെ കയ്യിലാണോ DMA ഉള്ളത് അവർ മൈക്രോ പ്രോസസ്സറിന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏത് സമയത്താണോ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, ഈ DMA ആക്സസ് ചെയ്യുള്ളൂ. പെരിഫറൽ ഡിവൈസസ് ആക്സസ് ചെയ്യുക, മെമ്മറിയിൽ നിന്ന് എന്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് CPU ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് DMA യൂസ് ചെയ്യുന്നത് 8237 IC യൂസ് ചെയ്തിട്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ.